അവരെന്നോട് പറയാണ് RDPയുടെ വനിതാ സംഘടനയിൽ എന്നെ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പെൺപുലിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അത് മറ്റേ ക്ലീറ്റോ ചാണ്ടൊക്കെ എതിർ പാർട്ടിയല്ലേ? ചേച്ചി എന്താ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞില്ലേ, പൈസ തരാന്ന് അതിനകത്ത് ചേരുവാണെങ്കിൽ. പക്ഷെ എനിക്ക് വേറൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പെൺപുലിയില് ഞാൻ ചേച്ചി തന്നെയാണോ പറഞ്ഞത്? എന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. നീ അങ്ങനെ ഫേമസ് അല്ലല്ലോ. പെൺപുലിയിലെ ആരെങ്കിലും ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല. ആന്റി ഫാക്ടറി പോണ മിനി ഇല്ലേ, അവരുടെ വീട്ടില് പ്രശ്നം. എന്ത് പ്രശ്നം? അയാളില്ലേ, അവരുടെ ഭർത്താവ്, അയാള് കള്ളു കുടിച്ചു വന്നിട്ട് കിട്ടുന്ന പൈസ മുഴുവൻ കുടിച്ചു തീർക്കുമെന്ന്. കുടിച്ചിട്ട് വന്നാലോ രാത്രിയാവുമ്പോ ഇടിയും കാരച്ചിലും. ആ പെണ്ണ് പകുതിയായി എന്ന് പറയാ. അതിനെന്താ? അതിന് ചേച്ചിനെ വിളിച്ച് പറയണ എന്തിനാ? ഉപദേശിക്കാൻ. ആര്? ഞാൻ. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്തെങ്കിലും പറഞ്ഞാ ക്ലീറ്റോ ചേട്ടൻ കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടുത്തെ വഴക്ക് തീർന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ക്ലീറ്റോ പറയാത്തന്നെ. ക്ലീറ്റോ എന്റെ ഭർത്താവാണ്. എനിക്ക് അങ്ങനെ എന്നെ അടിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് പോയിട്ട് വല്ല വനിതാ കമ്മീഷനും ഒന്ന് പരാതി കൊടുക്കാൻ പറയും. എന്റെ മോളെ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ എന്നാ പോലീസ് സ്റ്റേഷനിൽ പോകാൻ. അപ്പൊ അവരെന്താ പറഞ്ഞെന്ന് അറിയാമോ? കൊടു നോക്ക്. അവർക്ക് പോലീസ് സ്റ്റേഷനേക്കാളും വിശ്വാസമാണ് എന്നെന്ന്. ഞാൻ പറഞ്ഞ അയാൾ കേൾക്കുന്നു. നിനക്കൊക്കെ എന്നെ ഒരു വിലയില്ലാത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആണോ? അപ്പൊ അത് തന്നെ ഡിങ്കോൾഫി. വല്ല കാര്യമുണ്ട്? അവർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അതിനെ നോക്കി മര്യാദക്ക് ജീവിച്ചാ പോരെ. കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും മോളെ. വിളിക്കുമായിരിക്കും നമ്മളൊക്കെ. ഞാൻ പോവില്ല. ഞാൻ പോവും. എനിക്ക് കാണണം അവിടുത്തെ എന്താ നടക്കണേന്ന്. നിങ്ങൾക്കൊക്കെ എന്താണ് വല്ലവരും കല്യാണം കഴിക്കുക പ്രേമിക്കൊക്കെ ചെയ്യണേ? നിങ്ങൾ തോന്നി ഇവിടെ ഇരുന്ന് ടിപ്പിക്കൽ ആൾക്കാരെ പോലെ. നിനക്കൊന്ന് എഴുന്നേറ്റ് പോകാമോ? ഞങ്ങള് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ? എന്തിന്? എന്തിനാണ് അറിയുന്നത്? സ്വന്തം കാര്യം നോക്കി നിന്നാ പോരെ. നാട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോ അറിയണ്ടേ? അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ അറിഞ്ഞിട്ടൊന്നും ചെയ്തില്ല. പോയിരുന്നു കല്യാണം കൂടിയിട്ട് പരദൂഷണ. ഞാൻ സ്റ്റാർ നോക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പഴാ സ്റ്റാർ കാണുന്നത്. അതല്ല, നിങ്ങളൊന്നും പറഞ്ഞിട്ടായിരില്ലേ പരദൂഷണം പറഞ്ഞു. എല്ലാം കേക്കേ വേണം. എന്നിട്ട് കുറ്റം മതി, നിർത്തോ. എവിടെ പോകുന്നത്? വണ്ടി പണിയാന്. എന്താടാ കയ്യില്? വണ്ടി പണിയുള്ള പാർട്സ്. അല്ല, ഇത് വേറെ എന്തോ ആണ്. വേറെ എവിടെ എടുത്തോണ്ട് കിണ്ടി ഇരിക്കുന്നു. കിണ്ടി കാണ്ടേ, സ്പാനർ, ടൂൾസ്. ഇവിടത്തെ കിണ്ടി വിറ്റാലും കിട്ടും നല്ല പൈസ. 100 വർഷം പഴക്കമുള്ളത്. അതുകൊണ്ടുപോയി ഞാൻ സഹിക്കുവോ? അങ്ങനെ ഒരു കിണ്ടി ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കാണാത്തത് നന്നായി. അതുകൊണ്ട് അത് അവിടെ ഇരിപ്പുണ്ട്. നിന്നോട് വേറൊരു കാര്യം, ഇപ്പൊ വൈകിട്ട് എന്തോ കാര്യങ്ങളുണ്ട്, പണിയാൻ പോകുന്നൊക്കെ പറഞ്ഞില്ലേ? അതീ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ നേരത്തെ കാലത്തും കുടുംബത്ത് തന്നെ. ഇവിടെ ക്ലീറ്റോയും ഇല്ല, കനകനും ഇല്ലാത്തതാ. 100-150 പേരെ വാക്ചാതുരി കൊണ്ട് പിടിച്ചു നിർത്തുന്ന തങ്കം ക്ലീറ്റോസ് ഉള്ളപ്പോ ഇവിടെ വേറെ എന്തിനാ ആണുങ്ങള്? ആ ഓണപ്പരിപാടിക്ക് ആളിനെ കൂട്ടിയതൊക്കെ എന്തൊരു കോർഡിനേഷൻ ആയിരുന്നു. നിനക്കത് അവളുള്ളപ്പോ പറയാൻ പറ്റില്ലേ? അയ്യോ, പൊക്കി അടിച്ചത് കേട്ടില്ലേ? ഇനി പറയാട്ടാ. പെണ്ണും പിള്ളേടെ ജാടയും പത്രാസങ്ങാണ്. ക്ലീറ്റോ ചേട്ടന് കിട്ടിയ സാരി ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ എനിക്ക് തന്നു. പിന്നെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, ഇപ്പൊ മനസ്സിലായല്ലോ. ഇതെന്റെ സാരിയാണ്, ക്ലീറ്റോ എനിക്ക് വേണ്ടി തന്നതാണ്. തരത്തില്ല. അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എഴുതി അവക്ക് കൊടുത്ത സാരിയാണ്, നിനക്ക് ഞാൻ വേറെ മേടിച്ചു തരാന്ന് പറഞ്ഞില്ല. പെങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്. ചേച്ചി നിർത്തിയേച്ചി. ആ മനുഷ്യൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നെഗറ്റീവ് പറഞ്ഞ് അങ്ങ് മൂടും. എന്നിട്ട് ഇപ്പൊ ഒരു സാരി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ അങ്ങ് പുണ്യാളനായി. ഈ ക്ലീറ്റോ എന്ന് പറഞ്ഞ ആരാ? എന്റെ ഭർത്താവ്. തള്ള ചവിട്ടിയാ പുള്ളക്ക് കേടില്ല. ഇങ്ങോട്ട് നോക്ക്. ഈ ക്ലീറ്റോ എന്ന് പറഞ്ഞ ആരാ? എന്റെ ചേട്ടനാ. കേട്ടല്ലോ, എന്റെ ചേട്ടനായി കഴിഞ്ഞിട്ടല്ലേ ചേച്ചിയുടെ ഭർത്താവായത്. അപ്പൊ എനിക്കാണ് ഇതിനുള്ള അർഹത. പച്ചരി, ഉഴുന്ന്, ഏത്തപ്പഴം, 1 കിലോ സവാള, 1 കിലോ ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, 1 കിലോ മുളക് പൊടി, 1/2 കിലോ മുളക് പൊടി കൂടി മേടിക്കണം. അപ്പൊ ഇത്രയും പൈസ. ഇതിനകത്ത് കുട്ടപ്പച്ചേട്ടന് കൊടുക്കാനുള്ളതിനകത്ത് 25 രൂപ ബാക്കിയില്ലേ, അത് നീ എടുത്തോ. മറക്കരുത്. 2000 രൂപയും തന്നിട്ട് ലുലുമാള് മൊത്തം മേടിച്ചോണ്ട് വരുന്നത് എനിക്ക് അത്ഭുതസിദ്ധി ഒന്നുമില്ല അവിടെ ചെന്നിട്ട് മേടിക്കാൻ. ഇതിപ്പോ എന്തോരം ലിസ്റ്റാ പറഞ്ഞു ഈ പൈസ കൊണ്ട്? വേണ്ട, അയ്യോ അത് പറഞ്ഞുപോയി. പച്ചരിയും ഉഴുന്ന് അത് മേടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്ത, അത് പിന്നെ മേടിക്കാം. 2 കിലോ ചിക്കൻ മേടിക്കാം. അല്ല, അതിന്റെ കൂടെ 1 കിലോ മീനും മേടിക്കണം. അതിനകത്ത് ബാക്കി പൈസക്ക് ഇതും മേടിക്കണം. 5 കിലോ അരി മേടിച്ചോ.
25 രൂപ ഞാൻ തന്നില്ലേ റൊണാൾഡേ? 25 രൂപ തന്നെന്ന് പറഞ്ഞ 2.5 കോടി സ്വത്തെഴുതി തന്ന പോലാന്നല്ലോ പെണ്ണുമ്പോൾ നിങ്ങൾ പറയുന്നത്. ഒരു 10 രൂപയും കൂടി എടുത്താ 35 രൂപ.